സ്വപ്നം കാണാനുള്ള കഴിവ് തന്നത് ഒരു അനുഗ്രഹമാണ്. ഒരുപാട് ആഗ്രഹിച്ചിട്ടും നടക്കാത്ത ആഗ്രഹങ്ങൾ ഒരു നിമിഷമെങ്കിലും നടന്നു കാണുന്നത് അതിലൂടെയാണ്. ഇന്നലെകൾ വീണ്ടെടുക്കാനാവില്ല. പക്ഷെ നാളെ ജയിക്കണോ തോൽക്കണോ എന്ന് നമ്മൾ തീരുമാനിക്കണം. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ കഴിയില്ല. എന്നാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നമുക്കുള്ളതിൽ തൃപ്തിപ്പെടുവാനും സന്തോഷിക്കുവാനും ശീലിക്കുക. നമുക്ക് കുറവുകൾ ഒന്നുമില്ല എന്ന് മനസ്സിലാകുമ്പോൾ ഈ ലോകത്തെ നമുക്ക് സന്തോഷത്തോടെയും വിശാലമായും നോക്കിക്കാണാൻ കഴിയും. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ മറ്റാരെയും ശ്രദ്ധിക്കാതെയും മറ്റൊന്നും നോക്കാതെയും ചെയ്യാനും ആസ്വദിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. അർഹതയുണ്ടെങ്കിൽ എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് അവകാശപ്പെട്ടത് നമ്മെ തേടിയെത്തും. നിങ്ങൾ ജീവിതത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സമയം കളയരുത്. കാരണം ഈ സമയമാണ് നിങ്ങളുടെ ജീവിതം. പ്രായം എന്നത് വർഷങ്ങളുടെ കടന്നുപോക്കാവരുത്. അത് നിങ്ങൾക്കുള്ളിലെ വിവേകത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഉദയത്തിലേക്കുള്ള ഓരോ കാൽവെപ്പുകൾ ആയി തീരണം. ചെറിയ ചെറിയ നേട്ടങ്ങളിൽ പോലും നമ്മെ സ്വയം പ്രശംസിക്കാൻ തുടങ്ങുക. അത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഉപകരിക്കും. തോറ്റു പോകുന്നതിനേക്കാൾ വേദനയാണ് ചില വിശ്വാസങ്ങൾ തെറ്റിപ്പോയി എന്നറിയുമ്പോൾ. നിങ്ങളെ ചതിക്കുന്ന ആരോടും പ്രതികാരം ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. അവർ അതിൻ്റെ കർമ്മഫലം അനുഭവിച്ചേ തീരൂ. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ നടക്കും. ആവശ്യമുള്ളിടത്ത് ആവേശത്തിന് മാത്രം പ്രതികരിക്കുക. നിങ്ങളുടെ ആവേശങ്ങളെയും വികാരങ്ങളെയും നിയന്ത്രിക്കുവാനുള്ള പക്വത നേടാൻ ശ്രമിക്കുക. എന്നും നിങ്ങൾ ഇങ്ങനെ ചെറുപ്പമായി ഉണ്ടാവില്ല എന്ന് എപ്പോഴും ഓർക്കുക. എപ്പോഴും നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. ആരിൽ നിന്നും നിങ്ങളൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എപ്പോഴും സന്തോഷം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. മിക്ക കാര്യങ്ങൾക്കും പെട്ടെന്ന് തന്നെ ഭയപ്പെടുന്ന സ്വഭാവം ഒഴിവാക്കുക. ഭയം നിങ്ങളുടെ മുന്നോട്ടുള്ള ഏതൊരു പാതയിലും തടസ്സം സൃഷ്ടിക്കും. സമ്പത്ത് പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരോഗ്യം. അതിനാൽ ആരോഗ്യകാര്യങ്ങളും വളരെയധികം ശ്രദ്ധിക്കുക. വെള്ളമൊഴിച്ച് വളർത്തിയ ഒരു ചെടിയും ഇന്നേ വരെ വൻ വൃക്ഷമായി തീർന്നിട്ടില്ല. സ്വന്തം വേരുകൾ കൊണ്ട് വെള്ളം തേടിപ്പോയവരെ വൻ വൃക്ഷമായി തീർന്നിട്ടുള്ളൂ. പ്രതിസന്ധികളെ മറികടക്കാൻ നമുക്ക് ചുറ്റിലും 1000 പേരുണ്ടെങ്കിലും സ്വന്തം മനസ്സിൻ്റെ ധൈര്യത്തിനേക്കാളും വേറൊന്നും പകരമാവില്ല. ജീവിതത്തിലെ കരുത്താണ് ദുഃഖ അനുഭവങ്ങൾ. നിങ്ങൾക്കുള്ള സമയം പരിമിതമാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം അനുകരിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങളുടെ ആഗ്രഹമനുസരിച്ചാണ്. ആളുകൾ നിങ്ങളെ വെറുക്കാൻ തുടങ്ങിയാൽ വിഷമിക്കേണ്ട. അതിനർത്ഥം അവർക്ക് ചെയ്യാൻ കഴിയാത്ത എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നു എന്നാണ്. എല്ലായ്പ്പോഴും ഒരു തുടർച്ചയാണ്. എങ്ങനെ തുടങ്ങി എന്നതിനേക്കാൾ എങ്ങനെ തുടരുന്നു എന്നതാണ് ബന്ധങ്ങളുടെ ആഴവും വ്യാപ്തിയും തീരുമാനിക്കുന്നത്. ജീവിതത്തിൽ എന്തിനും രണ്ടാമതൊരവസരമുണ്ട്. എന്നാൽ ജീവിതം മാത്രം രണ്ടാമതൊന്നില്ല. ഉള്ള ജീവിതം കരുതലോടെ സ്നേഹിച്ച് ജീവിക്കുക. നല്ല വ്യക്തികളുമായുള്ള സൗഹൃദം കരിമ്പ് പോലെയാണ്. അത് ഒടിച്ചാലും വളച്ചാലും ചതച്ചാലും പിഴിഞ്ഞാലും കിട്ടുക മധുരമാണ്. ഒരാളുമായി യഥാർത്ഥ ബന്ധം നിലനിർത്താൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവരെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുക. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതിരിക്കുക. നിങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നവർ ഉണ്ടാകും. അവർക്ക് അതിനുവേണ്ടി ശ്രമിക്കാനേ കഴിയൂ. വിജയിക്കണോ പരാജയപ്പെടണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. വിശ്വാസവഞ്ചന കാണിച്ചവർക്കും ചതി അലങ്കാരമായി കാണുന്നവർക്കും മറുപടി പറയാൻ നിൽക്കരുത്. ഇനി അവർ എത്ര നന്നായി എന്ന് പറഞ്ഞാലും ഇനി ഒരു അവസരം അവർക്ക് കൊടുക്കരുത്. സ്വത്തും പണവും ജോലിയും ഒന്നുമല്ല ഭാഗ്യം. നമ്മുടെ കണ്ണ് നിറയുമ്പോൾ തുടയ്ക്കാൻ ഓടിയെത്തുന്ന കൈകളും നമ്മുടെ കൈ വേദനിക്കുമ്പോൾ കണ്ണ് നിറയുകയും ചെയ്യുന്ന മനുഷ്യർ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യമുള്ളവരാണ്. എത്ര ചെറിയ കാര്യമായാലും അതിലേക്ക് ഹൃദയവും മനസ്സും ആത്മാവും അർപ്പിക്കുക. അതാണ് വിജയത്തിൻ്റെ രഹസ്യം.
പങ്കാളിയുമായി മനസ്സ് തുറന്ന് സംസാരിക്കാൻ സമയം കണ്ടെത്തുക എന്നത് ബന്ധം നിലനിൽക്കാൻ അത്യാവശ്യമായ കാര്യമാണ്. ആരോഗ്യകരമായ കുടുംബ ബന്ധത്തിന് ഇത് സഹായിക്കും. നിങ്ങളുടെ ജീവിതം വളരെ ചെറുതാണ്. അത് സങ്കടത്തോടെ ഉണരുവാൻ ഉള്ളതല്ല. നിങ്ങളെ ശരിയായ രീതിയിൽ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക, അല്ലാത്തവരെ മറക്കുക. എല്ലാം സംഭവിക്കാൻ തീർച്ചയായും ഒരു കാരണമുണ്ടാകും. ചിന്തിക്കാതെ പ്രവർത്തിക്കുക, പ്രവർത്തിക്കാതെ ചിന്തിച്ച് മാത്രം ഇരിക്കുക. ഇത് രണ്ടുമാണ് പലരുടെയും ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം. നമുക്ക് ചില സമയങ്ങളിൽ ഉപദേശത്തേക്കാൾ ആവശ്യം നമ്മളെ മനസ്സിലാക്കുകയും ക്ഷമയോടെ നമ്മളെ കേൾക്കുകയും ചെയ്യുന്ന ഒരാളെയാണ്. നമുക്ക് നാം മാത്രമാണ് ഉള്ളതെന്ന് സ്വയം തിരിച്ചറിയുക. ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രയാസങ്ങളിലും കൈവിട്ടു പോകാതിരിക്കാൻ നമ്മൾ നമ്മളെ തന്നെ സ്വയം ആശ്വസിപ്പിക്കണം. കാരണം നമ്മളെ ആശ്വസിപ്പിക്കാനും സമാധാനം നൽകാനും ഈ ലോകത്ത് മറ്റാരും ഉണ്ടാവില്ല. ജീവിതത്തിൽ തൻ്റേതായ അഭിപ്രായം അല്ലെങ്കിൽ മറുപടി പറയേണ്ടിടത്ത് പറയാനുള്ള ധൈര്യം എപ്പോഴും ഉണ്ടായിരിക്കണം. പറയാതിരുന്നാൽ ജീവിതത്തിൽ ഒരിക്കലും ആരോടും തിരിച്ചൊന്നും പറയാൻ കഴിഞ്ഞെന്ന് വരില്ല.